യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. നാം എവിടെ ജീവിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ ഒരു സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം ബോധ്യമായി തീർന്നു എന്ന് ഞാൻ കരുതുന്നു. ഓർക്കുക, നമ്മളുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം ഈ ഭൂമിയിൽ ഈ ജഡത്തിൽ നമ്മളായിരിക്കുമ്പോൾ എപ്രകാരം ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു. അതിന് നമ്മെ സഹായിക്കുന്ന അനേക വേദഭാഗങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നാം എടുക്കാൻ പോകുന്നത് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തു എപ്രകാരമാണ് ജീവിച്ചത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്ന വളരെ സുപ്രധാനമായ സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് നാം ഈ ദിവസങ്ങളിൽ പരിശോധിക്കുന്നത്. ഇന്ന് നാം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചതായ അതേ കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. കഴിഞ്ഞ ദിവസം നമ്മൾ ആത്മാവിന്റെ നിറവിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ജീവിക്കണം, നയിക്കപ്പെടണം എന്നുള്ള കാര്യം നമ്മൾ വിശദമായി ചിന്തിച്ചുവല്ലോ. ഇന്ന് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് നയിച്ചത് എന്നുള്ള കാര്യം ഈ വേദഭാഗത്തു നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. കർത്താവ് യേശുക്രിസ്തു യോർദാനിൽ സ്നാനമേൽക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു രംഗമുണ്ട്. പെട്ടെന്ന് ഒരു പ്രാവ് യേശുക്രിസ്തുവിന്റെ മേൽ വന്ന് ഇരിക്കാനിടയായി തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിൽ ഇറങ്ങി വന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കണ്ടത് ഒരു പ്രാവ് വന്നിരിക്കുന്നതാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ പറയുന്നു അത് പരിശുദ്ധാത്മാവായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആ സ്നാന ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് പൊതുജനം കാണുക, എല്ലാവരും കാണുക, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രകടനം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അതിനർത്ഥം യേശുക്രിസ്തു അന്നാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ് എന്നുള്ളതല്ല അവിടുത്തെ അർത്ഥം. മറിച്ച് ഒരു പ്രത്യേകമായ നിലയിൽ പൊതുജനം കാണുക പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് നയിച്ചത്. മറ്റൊരു വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നാം അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരേണ്ടതിന് വേണ്ടി അവൻ നമുക്ക് ഒരു നല്ല മാതൃക കാണിച്ച് തന്നിട്ട് പോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് വളരെ അനുകരണീയമാണ്. നമ്മൾ ആരെ നോക്കി ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. നമ്മുടെ മാതൃക യേശുക്രിസ്തുവാണ്. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനുമല്ല നമ്മുടെ മാതൃക. ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവദാസന്മാരല്ല നമ്മുടെയൊക്കെ മാതൃക. നമ്മുടെയൊക്കെ മാതൃക എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് സുവിശേഷങ്ങളാകട്ടെ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന് നേർസാക്ഷ്യം വഹിച്ചവരായ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങളിലൂടെയും നമുക്ക് യേശുക്രിസ്തുവിന്റെ ജീവിത മാതൃകയെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു, പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെടുന്നവനായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു ദൈവമാണെന്ന് നമുക്കറിയാം. ഉന്നതനായ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് യാതൊരു മാറ്റവുമില്ല. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. എബ്രായ ലേഖനം എഴുതിയതായ ആ എഴുത്തുകാരൻ യേശുക്രിസ്തുവിന്റെ ദൈവത്തെക്കുറിച്ചും അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ചും വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാര് തോമസ് ശ്ലീഹ യേശുക്രിസ്തുവിനെ എൻ്റെ ദൈവവും എൻ്റെ കർത്താവും എന്ന് വിളിപ്പാനിടയായി തീർന്നു. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയം തൻ്റെ ദൈവപ്രകൃതത്തെ മുറുകെ പിടിക്കാതെ അവൻ പിതാവായ ദൈവത്തിന്റെ ഗൈഡൻസിനും പരിശുദ്ധാത്മാവിന്റെ അധികാരപ്പെടുത്തലിനും വിധേയനായി ജീവിച്ചു. ഇവിടെ നമുക്കും ഇതേ കാര്യം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്. നാമും ദൈവത്തിന്റെ ഗൈഡൻസിൽ, അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ അധികാരപ്പെടുത്തലിലും, അതായത് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം.
അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതം അങ്ങനെയായിരുന്നു ഈ ഭൂമിയിൽ. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ അനന്തരം പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്. നമുക്കറിയാം, ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അവൻ സ്നാനമേറ്റ ഉടനെ അത്ര പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും മരുഭൂമിയിലേക്ക് പോവുകയോ? ഇല്ല, ആരും മരുഭൂമിയിലേക്ക് പോവുകയില്ല. ഒരുപക്ഷെ സ്വന്തം വീട്ടിലേക്കോ അല്ലെങ്കിൽ സ്വന്തം സഭയിലോട്ടോ പള്ളിയിലോട്ടോ നമ്മൾ പോകത്തുള്ളൂ. ഇവിടെ യേശു പോകുന്നത് മരുഭൂമിയിലേക്കാണ്. കാരണം പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആ എംപവർമെന്റിന്, ആ ഒരു അധികാരപ്പെടുത്തലിന് യേശു കീഴ്പ്പെട്ടിരുന്നു. അതുപോലെ തന്നെ നാമും ദൈവത്തിൻ്റെ ഗൈഡൻസിന്, ദൈവം നമ്മെ നയിക്കുന്നതിനും അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആ അധികാരപ്പെടുത്തലിനും എംപവർമെന്റിനും നാം കീഴ്പ്പെട്ട് ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിനെ പോലെ, യേശുക്രിസ്തു വേണമെങ്കിൽ തൻ്റെ ദൈവപ്രകൃതത്തെ പൂർണ്ണമായി ആശ്രയിച്ചു നിൽക്കാം. പക്ഷേ യേശു അങ്ങനെയല്ല ഈ ഭൂമിയിലായിരുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഇത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ വലിയ താഴ്മയാണ് നമുക്കിടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള താഴ്മ ഉണ്ടാകണം. ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയുന്ന, ഹൈലൈറ്റ് ചെയ്യാൻ കഴിയുന്ന ധാരാളം നല്ല സ്വഭാവങ്ങളും ഒരുപക്ഷെ നമ്മുടെ പാരമ്പര്യങ്ങളാകട്ടെ, നമ്മുടെ വീടാകട്ടെ, നമ്മുടെ അഭിമാനങ്ങളാകട്ടെ നമുക്കുണ്ടാകാം. പക്ഷെ ഇതിലൊന്നും നമ്മൾ മുറുകെ പിടിക്കാതെ യേശുക്രിസ്തുവിനെ പോലെ താഴ്മയുള്ളവരായി ദൈവത്തിൻ്റെ ആ ഗൈഡൻസിനും അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അധികാരപ്പെടുത്തലിനും കീഴ്പ്പെട്ടിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. യേശുവിനെ പോലെ ദൈവത്തിൻ്റെ ഗൈഡൻസിനും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിനും അധികാരപ്പെടുത്തലിനും കീഴ്പ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളോടുകൂടെ സ്വർഗീയ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ആ തിരിച്ചറിവ് പ്രാപിപ്പാൻ തക്കോണം ഞങ്ങളെ ഏവരെയും സഹായിക്കണം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.